തൃശൂരിൽ ബി.ജെ.പിക്ക് ഭീഷണി ഉയർത്തി മുൻ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് ശ്രീശൻ അടിയാട്ടിന്റെ തീരുമാനം. RSS ബി.ജെ.പി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. 2009 സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് ശ്രീശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 17 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാത്ത നേതൃത്വത്തിന്റെ സമീപനത്തിനെതിരെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ശ്രീശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്തിൻ്റെയോ പേരിൽ അന്നത്തെ സംഘടനയുടെ കാഴ്ചപ്പാടിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അതിൻ്റെ ലിമിറ്റേഷൻസ് കഴിഞ്ഞിരിക്കുന്നു. പുനർചിന്തിക്കാനും സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇപ്പോഴേ ഇലക്ഷനല്ലേ. ഈ സന്ദർഭങ്ങളിലൊന്നും ഈ സംഘടനയിൽ നിന്ന് ധാരാളം പേര് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അവരെ ഒന്നും പരിഗണിക്കുന്നില്ല, അവരെയൊന്നും സംഘടനയിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെല്ലാം സംഘടന അവരുടെ തെറ്റുകൾ പുറത്തുകൊണ്ടോ തിരുത്തപ്പെട്ടിട്ടോ തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ വെച്ചിരിക്കുന്നതല്ലാതെ നേതൃത്വങ്ങളിലുള്ളവർ, ചില വ്യക്തികൾ, എല്ലാവരും ഇതിൽ പറയുമ്പോൾ ചില വ്യക്തികൾ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് ഭംഗം വരുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവരെ ആരെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എനിക്ക് മാത്രമേ പ്രതികരിക്കാൻ തോന്നിയിട്ടുള്ളൂ. അവരും പ്രതികരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അവരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതേസമയം തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തേടുകയാണ് ബി.ജെ.പി. പാർട്ടിക്ക് പുറത്തുള്ള പൊതു സ്വീകാര്യനെ കണ്ടെത്താനാണ് ശ്രമമുള്ളത്. മത്സരിക്കാനില്ലെന്ന് പത്മജ വേണുഗോപാലും MT രമേശും നിലപാടെടുത്തതോടെയാണ് ഈ നീക്കങ്ങളുമുള്ളത്. തൃശൂരിലെ സാഹചര്യം ലെവിൻ കെ വിജയൻ പങ്കുവയ്ക്കും. ലെവിൻ, തൃശൂരിൽ സത്യം പറഞ്ഞാൽ അതീവ ദുഷ്കരമായ സാഹചര്യമാണ്. ബി.ജെ.പിക്ക് 2024 ഒരു MPയെ സമ്മാനിച്ച മണ്ണിലാണ് ഇപ്പോൾ മത്സരിക്കാനാണില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവിടെ വരുന്നേയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു വിമതനായിട്ടുള്ള ഒരാൾ അത് മത്സരരംഗത്തേക്ക് വരിക കൂടി ചെയ്യുന്നു. ഏത് രീതിയിൽ മാറും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആ കളം, തെരഞ്ഞെടുപ്പ് കളം? സംഗീത, ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും മറ്റ് മുന്നണികളെക്കാൾ വേഗത്തിൽ തൃശ്ശൂരിൽ കാര്യങ്ങൾ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രണ്ട് പേർക്ക്, ജില്ലാ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള 2 ആളുകൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. എറണാകുളം മേഖല ചുമതലയുള്ള കെ അനീഷ് കുമാർ, മുൻ ജില്ലാ പ്രസിഡന്റ് തന്നെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദേശീയ അധ്യക്ഷൻ നബീൻ തന്നെ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. സംഘടനാ പ്രവർത്തനത്തിൽ ബി.ജെ.പി ബഹുദൂരം മുന്നേറാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിലും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാകുന്നില്ല. നേരത്തെ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അതേപോലെ തന്നെ സുരേന്ദ്രനും അടക്കമുള്ള പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം നേരത്തെ തന്നെ നിശ്ചയിച്ച് അവിടെ മുൻകൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മറ്റും ആരംഭിച്ചിരുന്നു. പക്ഷേ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്ന MPയെ ആദ്യമായി കേരളത്തിൽ സമ്മാനിച്ച തൃശൂരിൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തീകരിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പകരം പരിഗണനയിൽ 3 പേരുണ്ട്. പാർട്ടി പ്രവർത്തകരാണ്. ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള പത്മജ വേണുഗോപാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, അതുപോലെ തന്നെ മുൻ ജില്ലാ അധ്യക്ഷനും നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള കെ അനീഷ് കുമാർ തുടങ്ങിയ പേരുകൾ മറ്റുമാണ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഈ പേരുകൾക്കപ്പുറത്ത് വിജയ സാധ്യതയും ത്രികോണ മത്സരവും നടക്കാനിരിക്കുകയും ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണമെന്നുള്ളതാണ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെയൊക്കെ താല്പര്യം. പക്ഷേ അതനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും 2011 സെൻസസ് കണക്കുകൾ പ്രകാരം 63% ഹിന്ദു വോട്ടുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. 30% ക്രൈസ്തവ വോട്ടുകളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 1.5 ലക്ഷത്തിന് മുകളിലുള്ള വോട്ടുകൾ നിർണായക സ്വാധീന ശക്തിയായി മാറാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥി, ഒന്നുകിൽ ഒരു കത്തോലിക്കക്കാരനായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ ഹിന്ദു, നായർ, ഈഴ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഈ തെരഞ്ഞെടുപ്പ് സമിതികൾക്ക് മുന്നിലുള്ളത്. പക്ഷെ അത്തരമൊരു ലക്ഷ്യം ഇവർക്ക് ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മാസം 10 ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പരിഗണനകളിലൊക്കെ ആളുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ.
പറയപ്പെടുന്നത്. പക്ഷേ ഇനിയും തൃശ്ശൂരിനെ സംബന്ധിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ എത്തുന്നില്ല. അതിനിടയിലാണ് പുതിയ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രചരണ സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീശൻ അടിയാട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. 16 വർഷത്തിലേറെയായി BJP-യിൽ നിന്നും നടപടിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട് നിൽക്കുന്ന ഇയാൾക്ക് മടങ്ങി വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള മത്സരത്തിന് തയ്യാറാകുന്നത്. RSS പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടക്കം കുറിച്ച ഇദ്ദേഹം BJP-യുടെ സംസ്ഥാന സമിതികളിൽ വരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചിരുന്നു. തൃശൂർ മണ്ഡലത്തിലുടനീളം വ്യക്തിബന്ധങ്ങളുണ്ട്, വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ വിളിച്ചു ചേർത്ത ഒരു RSS BJP അനുഭാവികളുടെ യോഗത്തിലാണ് ശ്രീശൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്താണെങ്കിലും തൃശ്ശൂരിലെ ഒരു സാഹചര്യത്തിൽ ആ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരു ചോദ്യചിഹ്നം തന്നെ അവശേഷിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.